യോശുവ യോർദാൻ നദിയെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ ജനം ഇതാ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചു. യോർദാൻ വിഭാഗിക്കപ്പെട്ടു, യെരിഹോവിനെ പൊളിച്ചു. സ്തോത്രം. അതേ മുന്നിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ അവനെ തുരിച്ചു നോക്കി, അവൻ ദൈവദാസനാണോ? കാരണം നമ്മുടെ ഇടയിലുള്ള ഒരു ചെറുക്കനാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച വളർന്നേ, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതാ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം അതെ ജീവിച്ചവരാ. ഈ ഫെമിലാരിറ്റി ആണല്ലോ നമ്മുടെ യോശുവ. പക്ഷെ അൾട്ടിമേറ്റായി ദൈവം തെളിയിച്ചു, ഇത് നിങ്ങളുടെ യോശുവ അല്ല, ഇതെൻ്റെ യോശുവ. നിന്റെ ശുശ്രൂഷയെ, നിന്റെ താലന്തുകളെ അക്സെപ്റ്റ് ചെയ്യാത്തതായ ജനത്തിന്റെ നടുവിൽ നീ ആരെന്ന് പ്രത്യക്ഷമായി ദൈവം തെളിയിപ്പാൻ പോകുന്നു. ഞങ്ങൾക്ക് നേരത്തെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഭൂമിയിൽ പുള്ളി ഇറങ്ങി നിന്ന് ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തതാ. ഭൂമിയിൽ പുള്ളി നിന്ന് 10 ബാധ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിടുതൽ കിട്ടിയത്. 2 കാലം ഭൂമിയിൽ നിന്ന് ഉറച്ചു നിന്ന് ഭൂമിയിൽ ആ മോശ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിന്റെ പഴയ കാലത്ത് അവൻ ഭൂമിയിൽ ചെയ്തെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിൽ ചെയ്യാൻ പോവാ. സൂര്യനെയും ചന്ദ്രനെയും തടഞ്ഞു നിർത്തി ഇവൻ ദൈവത്തിൻ്റെ ദാസൻ എന്ന ദൈവം തെളിയിച്ചു എങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് നിന്റെ പ്രാർത്ഥന, നിനക്ക് പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, ആരാധിച്ചിട്ട് എന്തോ ഉണ്ടായി, സ്നാനപ്പെട്ടിട്ട് എന്തോ ഉണ്ടായി, തുത്തു പറയാൻ പോയിട്ട് എന്തോ ഉണ്ടായി, ഓ നീ പെന്തിക്കോസിൽ പോയിട്ട് എന്തോ ഉണ്ടായി എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ അവരുടെ വായ അടയ്ക്കുവാൻ പ്രത്യക്ഷമായി ചിലത് ദൈവം ചെയ്യുവാൻ പോകുന്നു.